ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മഞ്ഞക്കോര, മുളകിട്ട മഞ്ഞക്കോര കറി ഉണ്ടാക്കാമെന്ന് കരുതി. ഇനി നമ്മുടെ മഞ്ഞക്കോര നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെക്കാം. അതിൻ്റെ നമ്മൾ കഷ്ണങ്ങളാക്കി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കൊച്ചുള്ളി, അതിലേക്ക് ചതയ്ക്കാത്ത കുരുമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ നമുക്ക് മുളക് പൊടിയും കൂടി ഇടാം. ലേശം ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. നമ്മുടെ അരപ്പ് നല്ലതുപോലെ അരഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിത് പാകം ചെയ്യാനുള്ള ചട്ടിയിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ച് അല്പം വെള്ളവും പുളി വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. അരപ്പൊക്കെ നല്ലതുപോലെ കലക്കി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർക്കാം. കഷ്ണങ്ങളാക്കി കഴുകി വെച്ചിരിക്കുന്ന മഞ്ഞക്കോര ഉണ്ടല്ലോ, നമുക്ക് ഈ അരപ്പിലേക്ക് ഇട്ട് ഒന്നുകൂടെ ഒന്ന് കലക്കിയെടുക്കാം. അരപ്പൊക്കെ കലക്കി മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പാകത്തിന് ഉപ്പൂടെ ചേർത്ത് നമുക്ക് ഇത് അടുപ്പത്തോട്ട് വെക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരും. നല്ലതുപോലെ തിളച്ച് വരാൻ തുടങ്ങുന്നുണ്ട്. എല്ലാവരും നമ്മുടെ വീഡിയോകളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എല്ലാവരും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ മുളകിട്ട മഞ്ഞക്കോര റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിലേക്ക് എണ്ണയും കൂടി ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം. ഈ മഞ്ഞക്കോരയുടെ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബായ്.